The secret of his good health lies in the fact that he is getting up before sunrise and has a 2-mile walk every morning. Yes. Okay, simple ആണ്. നോക്കിക്കോളൂ. എവറി മോർണിംഗ്, എവറി ഡേ, എവറി വീക്ക് അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക ഡെയിലി, സെൽഡം, ഹാർഡ്ലി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഹാബിച്വൽ ആക്ഷനെ അല്ലെങ്കിൽ റെഗുലർ ആക്ടിവിറ്റീനെ കാണിക്കണം വേർഡ്സാണ്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 4 ടെൻസ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, ഒന്ന് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്, ഒന്ന് പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ഒരു കാര്യം നമ്മൾ റെഗുലറായി ചെയ്യുവാണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നേരത്തെ ചെയ്തതാണെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും, അല്ല നേരത്തെ എപ്പോഴോ ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. ഹാബിച്വൽ ആക്ഷൻ ആണ്, പക്ഷേ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഓർ ട്രബിളിങ് സംവൺ, അല്ലെങ്കിൽ ഇപ്പം എന്താണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത നെഗറ്റീവായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിൽ കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും, പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എവറി മോർണിംഗ് എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് ഹാബിച്വൽ ആക്ഷൻ ആണ്. പിന്നെ ഗുഡ് ഹെൽത്തിന് വേണ്ടി അവൻ എന്നും രാവിലെ എണീക്കും, അതുകൊണ്ട് അവന് 2 മൈൽ നടക്കാൻ പോകും എന്നാണ് പറഞ്ഞത്. ഇതൊരിക്കലും ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ല. അതുകൊണ്ട് കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ അല്ല. മാത്രമല്ല ഇത് പാസ്റ്റിലുള്ളൊരു കാര്യമല്ല. ഹി ഹാസ് എ 2-mile walk. ഹി ഹാസ് എ 2-mile walk തന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ് വേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ സൺറൈസ് ആൻഡ് ഹാസ് എ 2-mile walk എവറി മോർണിംഗ്. മനസ്സിലായല്ലോ? യെസ്. Okay. I will let you know as soon as I get any information about your promotion. I'll let you know as soon as I will get any information about your promotion. Okay. സിമ്പിൾ ആണ്. നോക്കിക്കോളൂ. 2 ഫ്യൂച്ചർ ആക്ഷൻ ആണ്. അതിലൊരു കാര്യം, ഒരു സംഭവം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷണൽ പാർട്ട്. ആസ് സൂൺ ആസ്, എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയ പാടെ, എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ഞാൻ നിന്നെ അറിയിക്കാമെന്നാണ്. ഒരു കണ്ടീഷണൽ പാർട്ടാണ്. നമുക്കറിയാം കണ്ടീഷണൽ പാർട്ടിൽ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? കണ്ടീഷണൽ പാർട്ടിൽ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യണം? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. വിൽ ഗെറ്റ് അല്ല, I get any information about your promotion. മനസ്സിലായല്ലോ? I will let you know as soon as I get any information about your promotion. Is it clear guys? Yes. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച റൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. റൂൾസിൻ്റെ സെഷൻ കാണാതെ ഈ സെഷൻ വന്ന് ഡയറക്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഞാനിവിടെ വാലും തുമ്പും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ റൂൾസും കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ സെഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ആ സെഷൻ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ വന്ന ഈ ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ കാണുമ്പം നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി യൂസ്ഫുൾ ആയിരിക്കും. യെസ്.
newspaper will tell us the events that happen all over the world. Newspaper will tell us the events that happen all over the world. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ട്സ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് വാട്ട് എവർ ഇറ്റ് മേ ബി, ജനറൽ ഫാക്ട്സ് ഒക്കെ എന്തായിരിക്കും, അതൊക്കെ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയണത്. ന്യൂസ് പേപ്പറിൽ പൊതുവെ എന്താണ് നമുക്ക് കിട്ടാറ്, ലോകം മുഴുവനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് എവിടെ കിട്ടണേ, ന്യൂസ് പേപ്പറിൽ കിട്ടണേ. നമുക്കറിയാം അതൊരു ജനറലായ ഒരു ഫാക്റ്റാണ് അല്ലേ, ഒരു ഫാക്റ്റാണ് അല്ലെങ്കിൽ ഒരു ട്രൂത്താണെന്ന് നമുക്ക് പറയാം. സോ നമ്മൾ അതിനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയേണ്ടത്. സോ വിൽ ടെല്ലല്ല ടെൽസ് അസ് ആണ്, വിൽ ടെല്ലല്ല tells us ആണ്. The newspaper tells us the events that happen all over the world. മനസ്സിലായല്ലോ? യെസ്. He seems happy. He seems happy because his parents had come from London. His parents had come from London. പാരൻസ് എവിടെ നിന്ന് വന്നിട്ടുണ്ട്? ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്, പാസ്റ്റിലെ ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷന് മുമ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യണേ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണേ. പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്, എപ്പോഴാണെന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ഹാഡ് കം അല്ല, ഹാസ് കം ആണ്. ഇവിടെ ഒരു പക്ഷേ യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്റ്റിനെ കാണിക്കുന്ന പോലത്തെ ആഡ്വർബ് ഓഫ് ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? കേം യൂസ് ചെയ്യും. അതായത് ഹിസ് പാരൻസ് came from London yesterday. His parents came from London yesterday. മനസ്സിലായല്ലോ? സോ ഹീംസ് ഹാപ്പി. ഇവിടെ യെസ്റ്റർഡേ എന്നോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു അഡ്വർബ് ഓഫ് ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. നമ്മൾ ഈ റൂൾസ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. യെസ്. അപ്പം ഇവിടെ അതേപോലെ ഹിസ് പാരൻസ്, ഇപ്പം നിങ്ങൾക്ക് വേറെ രീതിയിൽ ഹിസ് പാരൻസ് ഹാഡ് കം ഫ്രം ലണ്ടൻ ബിഫോർ ഹി റീച്ച്ഡ് ഹോം. അല്ലെ, അവൻ വീട്ടിലെത്തണതിന് മുമ്പ് പാരൻസ് ലണ്ടനിൽ നിന്ന് വന്നു. ഏതെങ്കിലും ഒരു ആക്ഷന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തിന് മുമ്പ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ സെൻറ്റൻസ് എങ്കിൽ അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. പാസ്റ്റ് ടെൻസിൻ്റെ അതായത് എന്താണ് നേരത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് 3 ടെൻസാണ് ഉള്ളത് അല്ലേ. ഒന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നേരത്തെ കഴിഞ്ഞു പോയെന്ന് പറയും ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ ടൈമിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അതേപോലെ എക്സാക്റ്റ് ആയുള്ളൊരു സമയം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഏതെങ്കിലും ഒരു സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ആക്ഷന് മുമ്പ് എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. നമ്മൾ ഈ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് പറയുന്ന സമയത്ത് ഒരു സ്പെസിഫൈഡ് ടൈമാണ് ഫ്യൂച്ചർ ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആണ്, നിയർ ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ടൈമിനെ കുറിച്ച് കറക്റ്റ് ധാരണ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. യെസ്. ഓക്കെ.
nowadays he teaches maths because the teacher of maths has been absenting himself for a month. ഒരു മാസമായിട്ട് മാത്സിൻ്റെ ടീച്ചർ അയാൾ ആബ്സെൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഇയാളാണ് നമ്മൾ എന്ത് പഠിപ്പിക്കണേ, മാത്സ് പഠിപ്പിക്കണേ. അപ്പോൾ ഇവിടെ കറക്റ്റാണ്, ഫോർ എ മന്ത് ആണ്, ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആണ് നമുക്ക് ഹാസ് ബീൻ തന്നിട്ടുണ്ട്, കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർ വിചാരിക്കും ഇതിൽ എററൊന്നും ഇല്ല എന്ന്, പക്ഷെ അങ്ങനെയല്ല. നൗ എ ഡേയ്സ് അല്ലെങ്കിൽ സ്റ്റിൽ അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീയിങ്, ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവർ ടെൻസസിൻ്റെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആ ഒരു ടെൻസ് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പോൾ ഇത്തരം വേർഡ്സ് നമുക്ക് സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഹി ടീച്ചേഴ്സ് അല്ല, he is teaching maths ആണ്. So he teaches അല്ല, he is teaching maths because the teacher of maths has been absenting himself for a month. മനസ്സിലായല്ലോ? Yes. Okay. The film started before we reached because we were late. സിമ്പിൾ ആണ്, രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കഴിഞ്ഞ പാസ്റ്റ് ആക്ഷൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. രണ്ട് ആക്ഷൻ എന്താണ്? ഒന്ന് നമ്മൾ അവിടെ എത്തി എന്നുള്ളതാണ് ഒരു ആക്ഷൻ, രണ്ടാമത്തെ ആക്ഷൻ സിനിമ തുടങ്ങി എന്നുള്ളതാണ്. ആദ്യത്തെ ആക്ഷൻ ഏതാണ്? ഫിലിം സ്റ്റാർട്ടായതാണ്. സോ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് ബിഫോർ വി റീച്ച്ഡ് ബിക്കോസ് വി വെർ ലേറ്റ്. മനസ്സിലായല്ലോ? He is writing novel since he became a graduate. ഒരു ഗ്രാജുവേറ്റ് ആയപ്പോൾ തൊട്ട് അയാൾ എന്ത് ചെയ്യുവാണ്? നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്, ഇപ്പോഴും ആ കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഹി ഹാസ് ബീൻ റൈറ്റിംഗ് നോവൽസ് സിൻസ് ഹി ബിക്കം എ ഗ്രാജുവേറ്റ്. അയാൾ ഒരു ഗ്രാജുവേറ്റ് ആയപ്പോൾ തൊട്ട് അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നോവൽസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായ സെൻറ്റൻസ് ആണ്. ടെൻസസിൻ്റെ റൂൾസ് അറിയാമെങ്കിൽ ഈസി ആയി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാം ടെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിൽ. യെസ്. When I called on her, she did her homework. അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവളുടെ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, HW എന്ന് പറഞ്ഞാൽ ഹോംവർക്കാണേ. അവളുടെ എന്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം കോണ്ടിന്യൂസ് ആയി നടക്കുവാണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഹോംവർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു മൊമെൻ്ററി ആക്ഷൻ അല്ല, അതൊരു കോണ്ടിന്യൂസ് ആയ ആക്ഷൻ ആണ്. സോ ഷി ഡിഡ് ഹെർ ഹോംവർക്ക് അല്ല, ഷി വാസ് ഡൂയിങ് ഹെർ ഹോംവർക്ക് ആണ്. ഷി വാസ് ഡൂയിങ് ഹെർ ഹോംവർക്ക് ആണ്. യെസ്, മനസ്സിലായല്ലോ? ഓക്കെ. We already left the station when our van came. നമ്മുടെ വാൻ വന്ന സമയത്ത്, നമ്മുടെ വാൻ വന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടെൻസസിൻ്റെ റൂൾസ് പറഞ്ഞ സമയത്ത് ഓൾറെഡി എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞു പോയത്. നമ്മൾ പൊതുവേ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. ഐ ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് മൂവി, ഞാൻ ഈ സിനിമ ഇതിന് മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഐ ഹാവ് ഓൾറെഡി ഗോൺ പാരീസ്, ഞാൻ ഇതിന് മുമ്പ് തന്നെ പാരീസിൽ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് മൈ വർക്ക്, എൻ്റെ വർക്ക് ഞാൻ ആദ്യമേ തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. സോ അങ്ങനെ ഓൾറെഡി എന്നുള്ള വേർഡ്സ്, ആ ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ ജനറലി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ വിചാരിക്കും വി ഓൾറെഡി ഹാവ് ലെഫ്റ്റ്, അല്ലെങ്കിൽ വി ഹാവ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ വെൻ അവർ വാൻ കേം എന്നായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ യു സി ഇവിടെ ഹാവ് നല്ല വരണ്ടേ, കാര്യം നമുക്ക് ഓൾറെഡി എന്ന് തന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് പാസ്റ്റ് ആക്ഷൻ ഉണ്ട്. ഒന്ന് അവർ വാനും കൊണ്ട് എത്തുന്നതാണ്, ഒന്ന് വാൻ അവിടെ എത്തണതാണ്, രണ്ടാമത്തത് നമ്മൾ സ്റ്റേഷൻ വിട്ട് വന്നതാണ്. ഒന്ന് വാൻ അവിടെ എത്തണതും രണ്ടാമത്തത് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നതോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വന്നതോ വാട്ട് എവർ ഇറ്റ് മേ ബി, അതാണ്. അപ്പോൾ ഇവിടെ ഈ ഓൾറെഡി എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ സ്റ്റേഷനിലേക്ക് വാൻ എത്തണതിന് മുമ്പ് തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് പാസ്റ്റ് ആക്ഷനാണ്. അപ്പോൾ ആദ്യം കഴിഞ്ഞ ആക്ഷൻ്റെ കൂടെ നമ്മൾ ഹാവ് അല്ല യൂസ് ചെയ്യേണ്ടത്, ഹാഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി എന്ന് കണ്ട പാടെ നമ്മൾ അപ്പം തന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെന്ന് വിചാരിക്കരുത്. ചില സമയത്ത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് തന്നിട്ട് അവർ ഓൾറെഡി എന്ന് തന്നിട്ടുണ്ടാവും. അവിടെ അവർ ഓൾറെഡി എന്ന് തന്നത് ഈ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ മറ്റേ ആക്ഷൻ കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? യെസ്. Yesterday, when the teacher have seen the students making a noise, he punished them. ഓക്കെ. അപ്പോൾ ഈ പരിപാടി ഇന്നലെയാണ് നടന്നത്. ഇന്നലെ ടീച്ചർ ആ ഒരു സ്റ്റുഡൻസ് ഒച്ച ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേക്കും, സ്റ്റുഡൻസ് മേക്കിംഗ് ദ നോയ്സ് അല്ലെ, സ്റ്റുഡൻസ് ഒച്ച ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേക്കും ആ ടീച്ചർ അവരെ പണിഷ് ചെയ്തു എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ യെസ്റ്റർഡേ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാസ്റ്റ് ആക്ഷൻ ആ പാസ്റ്റ് ആക്ഷൻ നടന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ സോ ആണ്. യെസ്റ്റർഡേ വെൻ ദ ടീച്ചർ സോ ദ സ്റ്റുഡൻസ് മേക്കിംഗ് എ നോയ്സ് ഹി പണിഷ്ഡ് ദം. മനസ്സിലായോ? യെസ്. ഓക്കെ.
the manager immediately called his subordinates when he recalled that he left the important file in his cabin. Yes. അപ്പോൾ ചില സമയത്ത് നമുക്ക് സെൻറ്റൻസ് വായിക്കണ സമയത്ത് നമ്മൾ സെൻറ്റൻസ് വായിക്കുമ്പം ചില കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കിക്കോളൂ. മാനേജർ അയാളുടെ സബോർഡിനേറ്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചു. വെൻ ഹി റീകോൾഡ് ദാറ്റ് ഹി ലെഫ്റ്റ് ദി ഇമ്പോർട്ടൻറ്റ് ഫയൽ ഇൻ ഹിസ് ഓഫീസ്. അല്ലേ, ഇവിടെ 3 ആക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചു. എപ്പോഴാണ് അയാൾ വിളിച്ചത്? അവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, വെൻ ഹി റീകോൾഡ്. അയാൾ റീകോൾ ചെയ്ത സമയത്താണ്. അയാൾ എന്താണ് റീകോൾ ചെയ്തത്? ഹി ലെഫ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഫയൽ ഇൻ ഹിസ് ക്യാബിൻ. അപ്പോൾ ഇവിടെ 2 പാസ്റ്റ് ആക്ഷൻ, മൊത്തം 3 പാസ്റ്റ് ആക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് അയാൾ വിളിച്ചു എന്നുള്ളതാണ്. ഇതൊരു കണ്ടീഷനാണ്. വെൻ ഹി റീകോൾഡ് എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. റീകോൾ ചെയ്ത പാടെ അയാൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ അയാൾ റീകോൾ ചെയ്ത പാടെ അയാൾ ആ മാനേജറിനെ വിളിച്ചു. എന്താണ് അയാൾ റീകോൾ ചെയ്തത്? അയാൾ റീകോൾ ചെയ്തത് അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഒരു ആക്ഷനാണ്. അയാളുടെ ക്യാബിനിൽ, അയാളുടെ ഇമ്പോർട്ടൻ്റ് ആയ ഫയൽ ക്യാബിനിൽ വിട്ടിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 പാസ്റ്റ് ആക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കഴിഞ്ഞ ആക്ഷനിൻ്റെ കൂടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. ഹി ഹാഡ് ലെഫ്റ്റ് ദി ഇമ്പോർട്ടൻറ്റ് ഫയൽ ഇൻ ദ ക്യാബിൻ. അപ്പോൾ സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതായത് ബാങ്ക് എക്സാമിനേഷനിൽ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിന് പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഗ്രാമർ റൂൾസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഗ്രാമർ റൂൾസും കാര്യങ്ങളും നമുക്ക് തോന്നിയ പോലെ നമുക്ക് മാറ്റാൻ പറ്റില്ല. റൂൾസ് സെയിം ആണ്. നമുക്ക് ഉള്ള റൂൾസ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അത് വിട്ടിട്ട് നമുക്ക് പുതിയ റൂൾസ് ഒന്നും നമുക്ക് ഗ്രാമറിൽ വരാനില്ല. അപ്പോൾ ഈ റൂൾസിനെ ബേസ് ചെയ്ത് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ കോംപ്ലക്സിറ്റി കൂട്ടണത്, ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആക്കണത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ടഫ് ആക്കണത് ഇങ്ങനത്തെ രീതിയിലായിരിക്കും. സെൻറ്റൻസ് വായിക്കുമ്പം ഇതിലുള്ള എറർ എന്താണ്, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തരും. സോ സെൻറ്റൻസ് പ്രോപ്പറായിട്ട് വായിക്കുക. അപ്പോൾ വായിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. The minister has initiated several proposals and schemes for the development of farmers during the budget plan last year. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, എന്താണ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ കൊല്ലം ബഡ്ജറ്റ് പ്ലാനിൽ മിനിസ്റ്റർ ഫാമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറേ പ്രൊപ്പോസൽസും സ്കീംസൊക്കെ കൊണ്ടുവന്നു എന്നാണ്, ഇനിഷ്യേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അവർ ലാസ്റ്റ് ഇയറിന് നമുക്ക് ടൈം തന്നിട്ടുണ്ട്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇനീഷ്യേറ്റഡ്. സിമ്പിളാണ് നമ്മുടെ എറർ, ഭയങ്കര സിമ്പിളാണ്. സെൻറ്റൻസ് വലുതായിട്ട് തന്നിട്ടുണ്ടോന്നേ ഉള്ളൂ. സെൻറ്റൻസ് പ്രോപ്പറായിട്ട് വായിക്കുക. ടെൻസസ് വെച്ചിട്ടാണ് എറർന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടെൻസും കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുക. നമ്മൾ എല്ലാ കാര്യത്തിനും കുറച്ച് ഹിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഹിൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് സോൾവ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും.
For the past 3 years, India was the epicenter of violence, but now other countries also emerged as a violence prone area, as violence prone area. കഴിഞ്ഞ 3 കൊല്ലങ്ങളായിട്ട് ഇന്ത്യ വയലൻസിൻ്റെ എപ്പി സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം എന്തിൻ്റെങ്കിലും എപ്പി സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ സെൻറ്ററാണ്, ഏറ്റവും കൂടുതൽ മെയിനായിട്ട് അവിടെയാണ് നടക്കണമെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ എപ്പി സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ വയലൻസിൻ്റെ അല്ലെങ്കിൽ എന്താണ് യുദ്ധമായാലും വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനെ വയലൻസിൻ്റെ ഒരു എപ്പി സെൻറ്ററാണ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇന്ത്യ. അപ്പോൾ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം 4 എന്ന് തന്നിട്ടുണ്ട്. സോ വാസ് അല്ല, ഹാഡ് ബീൻ ആണ്, പാസ്റ്റിലാണ്. സോ ഹാഡ് ബീൻ. ഓക്കെ, ഇന്ത്യ ഹാഡ് ബീൻ ദ എപ്പി സെൻറ്റർ ഓഫ് വയലൻസ് ഫോർ ദ പാസ്റ്റ്, കഴിഞ്ഞ 3 കൊല്ലങ്ങളായിട്ട്. യെസ്. ഇനി ബട്ട് നൗ അതേഴ്സ് ഓൾസോ എമേർജ്ഡ് ആസ് വയലൻസ് പ്രോൺ ഏരിയ. പക്ഷേ ഇപ്പം വേറെ കുറേ ആൾക്കാരും വേറെ കുറേ കൺട്രീസും അങ്ങനെ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നൗ അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് നൗ, ഇങ്ങനത്തെ രീതിയിലുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ബട്ട് നൗ അതേഴ്സ് ഹാവ് ഓൾസോ എമേർജ്ഡ് ആസ് വയലൻസ് പ്രോൺ ഏരിയ. മനസ്സിലായല്ലോ? യെസ്. A study refers many individuals are dying prematurely each year of cardiovascular diseases Okay. അപ്പോൾ study refers many individuals are dying prematurely each year of cardiovascular diseases. അല്ലേ? കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് ആയ ഡിസീസസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആയ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാർഡിയോവാസ്കുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ ഒരു സർക്കുലേറ്ററി സിസ്റ്റം, അല്ലേ, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വന്നതാണ് ഹാർട്ടായാലും ബ്ലഡ് വെസൽസ് ആയാലും. അങ്ങനെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വന്ന ഡിസീസസ് കാരണം എല്ലാ കൊല്ലവും ഒരുപാട് ഇൻഡിവിജ്വൽസ് മെച്യൂർ ആവുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകണ്ടെന്ന് ഒരു സ്റ്റഡി റെഫർ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലുള്ള എറർ എന്താണ് നോക്കിക്കോളൂ. സ്റ്റഡിയാണ് റെഫേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സ്റ്റഡി എന്നുള്ളത് നൗൺ ആണ്. സ്റ്റഡി എന്നുള്ളത് നമുക്കറിയാം. സ്റ്റഡി എന്നുള്ള വേർഡ് വെർബായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ സെയിം വേർഡ് നമുക്ക് നൗൺ ആയിട്ടും യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റഡി എന്നുള്ള വേർഡ് യൂസ് ചെയ്തേക്കുന്നത് നൗൺ ആയിട്ടാണ്. പഠനം, ഒരു പഠനമാണ് റെഫർ ചെയ്യുന്നത്. എന്താണ് ഒരു സ്റ്റഡി റെഫർ ചെയ്യുന്നത്? ഒരുപാട് പേര് പ്രീമെച്യൂറായി ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലുള്ള പ്രശ്നങ്ങൾ കാരണം മരിച്ചു പോകണ്ടെന്നാണ് പറയുന്നത്. ഈച്ച് ഇയർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈച്ച് ഇയർ നമ്മൾ പറഞ്ഞു എവ്രി ഡേ, ഈച്ച് ഇയർ, എവ്രി ഇയർ, അല്ലെങ്കിൽ റെഗുലർലി, ഡെയിലി, 2 days once, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ഹാബിച്വൽ ആക്ഷനാണ് അല്ലെങ്കിൽ റെഗുലറായി നടക്കണ ഒരു കാര്യമാണ്. ഒരു ആക്ഷൻ ഹാബിച്വൽ ആക്ഷൻ ആവുമ്പം അല്ലെങ്കിൽ അതൊരു റെഗുലർ ആക്ടിവിറ്റി ആവുമ്പം അവിടെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ളത് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസാണ്. ഇവിടെ എന്താണ് വരേണ്ടത്? ഡൈ ആണ് വരേണ്ടത്, അല്ലേ? എ സ്റ്റഡി റെഫേഴ്സ് മെനി ഇൻഡിവിജ്വൽസ് ഡൈ പ്രീമെച്യൂർലി ഈച്ച് ഇയർ ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസസ്. യെസ്, മനസ്സിലായല്ലോ?
ഡൈസ് അല്ല വരണ്ടേ, കാരണം മെനി ഇൻഡിവിജ്വൽസ് ഉണ്ട്, അത് പ്ലൂറലാണ്. പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്, ഡൈ ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. The GST Council will have been working continuously for bringing many improvements in the budget for better implementation since 2014. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്കൊരു ടൈം ക്ലോസ് ആണ്. സിൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. നമുക്കറിയാം സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ ജനറലി നമ്മൾ യൂസ് ചെയ്യണത് എന്താണ്? ഒന്നെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ ജനറലി പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. നമുക്ക് നോക്കാം. The GST Council will have been working continuously for bringing many improvements in the budget for better ആയ ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ബഡ്ജറ്റിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കൊല്ലം തൊട്ടാണ്? 2014 തൊട്ട്. ഇവിടെ നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ളത് ഏത് ടെൻസാണ്? വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ അല്ലേ? വിൽ ഹാവ് ബീൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണത്? ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും പ്രസൻറ്റിലും അതുണ്ട്, അത് ഫ്യൂച്ചറിൽ കുറച്ച് കാലത്തിനും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണത്. ഫ്യൂച്ചറിൽ ഒരു കാര്യം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയും? നമുക്ക് അവർ തന്നിട്ടുണ്ടാവണം. ഫ്യൂച്ചറിലുള്ള ഏതെങ്കിലും ഒരു ടൈം വരെ ഈ ഒരു സംഭവം എക്സ്റ്റെൻഡ് ആയി പോകുന്ന ഉള്ള രീതിയിലുള്ള എന്തെങ്കിലും ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിൻറ്റ്, എന്തെങ്കിലും സംഭവം നമുക്കൊരു സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫ്യൂച്ചറിൽ വരെ, ഫ്യൂച്ചർ ഒരു സമയം വരെ ഈ ഒരു കാര്യം കോണ്ടിന്യൂ ആയി പോകും എന്നുള്ളത്. പക്ഷെ നമുക്കിവിടെ അങ്ങനെയൊന്നും തന്നിട്ടില്ല. പാസ്റ്റിലുള്ള ഒരു സമയത്ത് ഈ ഒരു സംഭവം തുടങ്ങി എന്നാണ് അവർ തന്നിട്ടുള്ളത്. അത് ഇപ്പോഴും പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ അവസാനിച്ചു എന്ന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ വില്ല് വേണ്ട, വിൽ ഹാവ് ബീൻ അല്ല, ഇവിടെ കൗൺസിലാണ്. സോ ഹാസ് ബീൻ ആണ് വരിക. ദി കൗൺസിൽ എന്ന് പറയും, GST കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. സോ കൗൺസിൽ ഹാസ് ബീൻ വർക്കിംഗ് കോണ്ടിന്യൂസ്ലി അല്ലേ? ആ ഒരു കൗൺസിൽ എത്ര ആൾക്കാരുണ്ടായാലും ആ കൗൺസിൽ എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണത് കൊണ്ട് അത് ഏതാണ് നമ്മൾ എന്താണ് പറയുക, സിംഗുലർ ആണ്. സോ സിംഗുലർ ആയതുകൊണ്ട് വെർബും നമുക്ക് സിംഗുലർ ആയിരിക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. മനസ്സിലായല്ലോ? ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ സെൻറ്റൻസിൽ ഒരു ഫ്യൂച്ചർ ഏതെങ്കിലും ഒരു ടൈം പീരീഡ് വരെ, സേ ഫോർ എക്സാമ്പിൾ ഒരു 2025 വരെ അല്ലെങ്കിൽ ഒരു 2030 വരെ എന്നൊക്കെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ടൈം പീരീഡ് വരെ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഹിയർ യു ക്യാൻ യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ടെൻസസിൽ ഓരോ ടെൻസും ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയതാണ്. ഓരോ ടെൻസിൻ്റെയും സിൻടാക്സും നമ്മൾ മനസ്സിലാക്കിയതാണ്. രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെൻറ്റൻസസ് തന്നെ സമയത്ത് അവിടെ ഏത് ടെൻസാണ്, ആ കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ ഏത് ടെൻസാണ് വരേണ്ടതെന്നുള്ളതും നമുക്കറിയണം. അതേപോലെ ഇന്ന ടെൻസിൻ്റെ എക്സാക്റ്റ് സിൻടാക്സിലാണോ അവരത് തന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളും നമുക്കറിയണം. ഇത് രണ്ടും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ടെൻസസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ ഈസി ആയി നമുക്ക് ടെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്.
the court eventually summoned the convict and ordered to compensate the victim for the mental trauma and poverty that he faced due to him. അപ്പോൾ നോക്കാം, the court eventually summoned the convict and ordered to compensate the victim for the mental trauma and poverty that he faced due to him. അല്ലേ, സിമ്പിളായ ഒരു എററാണ് ഈ സെൻറ്റൻസിലുള്ളത്. നമുക്ക് ആദ്യം ഈ സെൻറ്റൻസിൻ്റെ മീനിങ് നോക്കാം. കോർട്ട് ഇവൻച്വലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ കാലക്രമേണ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഇവൻച്വലി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണത്. ഇനി സമ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വിചാരണ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ഹിയർ ചെയ്യുക. കോർട്ടിൽ സമ്മൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ യെസ്, അവരെ വിചാരണ ചെയ്യുക അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ സമ്മൺ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ എന്താണ് അവർ ചെയ്തത്? ആരെയാണ് അവർ സമ്മൺ ചെയ്തത്? കോൺവിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചുമത്തപ്പെട്ട ആളെയാണ് നമ്മൾ കോൺവിക്റ്റ്. അതായത് കോൺവിക്റ്റ് എന്നുള്ള ഈ സെയിം വേർഡ് നമുക്ക് വെർബായിട്ടും യൂസ് ചെയ്യാം, നൗണായിട്ടും യൂസ് ചെയ്യാം. വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരാളിൽ കുറ്റം ചുമത്തുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ കോൺവിക്റ്റ് എന്നുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമുക്ക് കോൺവിക്റ്റ് എന്നുള്ള ഈ ഒരു വേർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, ഒരാളിൽ കുറ്റം ചുമത്തുക അല്ലെങ്കിൽ ഒരാൾക്ക് ശിക്ഷ വിധിക്കുക എന്നൊക്കെ ഒരു പറയണ മീനിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ കോൺവിക്റ്റ് എന്നുള്ള വേർഡ് വെർബായിട്ട് യൂസ് ചെയ്യാം. നൗണായിട്ട് യൂസ് ചെയ്യുമ്പം കുറ്റം ചുമത്തപ്പെട്ട ആളെന്നുള്ളൊരു മീനിങ്ങിൽ അല്ലേ, ആ ഒരു മീനിങ്ങിൽ നമുക്ക് കോൺവിക്റ്റ് എന്നുള്ള വേർഡ് നൗണായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കോൺവിക്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അവരെന്താണ് ചെയ്തത്? അവരെ വിക്ടിമിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്ത് കാര്യത്തിനാണ്? അതായത് അയാൾക്ക് വിക്ടിമിന് ഇയാൾ കാരണം ഉണ്ടായ ഈ ഒരു കോൺവിക്റ്റ് കാരണം ഉണ്ടായ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന മെൻ്റൽ ട്രോമ അല്ലെങ്കിൽ പോവർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു. യെസ്, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ സംസാരിക്കുന്നത്. ഒന്നെന്താണ്? ഒന്ന് കോർട്ട് അയാളെ വിളിച്ചതും ഓർഡർ ചെയ്തതുമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇയാൾ കാരണം അതായത് കോൺവിക്റ്റ് കാരണം നമ്മുടെ വിക്ടിമിന് ഫേസ് ചെയ്യേണ്ടി വന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഈ കോൺവിക്റ്റ് കാരണം നമ്മുടെ വിക്ടിം കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ട് ഉണ്ടെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് എന്ത്? നമ്മുടെ കോർട്ട് ഓർഡർ ചെയ്തു ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ട് പാസ്റ്റ് ഇവൻറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം നടന്ന കാര്യത്തിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ സോ ഹീ ഫേസ്ഡ് അല്ല, ഹീ ഹാഡ് ഫേസ്ഡ് ആണ് അല്ലേ. ഇവിടെ ഹീ ഫേസ്ഡ് അല്ല, ഹീ ഹാഡ് ഫേസ്ഡ് ഡ്യൂ ടു ഹിം എന്നാണ് വരേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് എറർ ഫീൽ ചെയ്യില്ല. നമ്മൾ കറക്റ്റായിട്ട് വായിക്കണം. പ്രത്യേകിച്ച് രണ്ട് പാസ്റ്റ് ആക്ഷൻസിൻ്റെ സെൻറ്റൻസ് തന്നെ സമയത്ത് അതിൽ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് സെൻറ്റൻസ് വായിക്കുമ്പോൾ പെട്ടെന്ന് ഫീൽ ആവാത്ത രീതിയിലുള്ള സെൻറ്റൻസസ് ആയിരിക്കും അവർ ബാങ്ക് എക്സാമിനേഷൻസിൽ ഏറ്റവും കൂടുതൽ തരാറ്. മനസ്സിലായല്ലോ? യെസ്. The management will be taken a decision about the transfer of clerical staff next year. Clerical